മുഖ്യമന്ത്രി ഇന്നത്തെ മന്ത്രിസഭാ യോഗം, അതിനുശേഷമുള്ള സ്പോൺസർമാർക്കൊപ്പമുള്ള യോഗം, അതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ചീഫ് സെക്രട്ടറിക്കൊപ്പം കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. ടൗൺഷിപ്പിന്റെ പണി എത്ര പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകുന്നത്. മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സുജയ, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക. ഇനി ഇത് പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, അതിൻ്റെ നിരീക്ഷണ ചുമതലയുള്ള സ്ഥാപനം, ഇവരുമായുള്ള ആശയവിനിമയം, അതുമായി ബന്ധപ്പെട്ട് അത് പൂർത്തിയായി കഴിഞ്ഞാൽ പരമാവധി 2 ആഴ്ചക്കകം തന്നെ എത്ര സമയം കൊണ്ട് ഈ പുനരധിവാസം, ഈ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എത്രയും പെട്ടെന്ന് വയനാട് ഈ ദുരന്തം, മേപ്പാടി ദുരന്തത്തിൻ്റെ ഇരകളെ ഈ ടൗൺഷിപ്പിലേക്ക് അവരെ പുനരധിവസിപ്പിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ഈ മാതൃക, ഇന്നിപ്പോൾ ആ ദൃശ്യം പുറത്തുവിട്ട, സർക്കാർ പുറത്തുവിട്ട ആ ദൃശ്യങ്ങളുള്ള തരത്തിലുള്ള ടൗൺഷിപ്പ്, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അത് ഇന്ന് മന്ത്രിസഭാ യോഗം അനുമതി നൽകുന്നതിന് തൊട്ടു പിന്നാലെ സഹായം വാഗ്ദാനം ചെയ്ത 38 പേരുമായി ഇന്ന് ചർച്ചകൾ നടത്തി, അവരുടെ പിന്തുണ ഉറപ്പുവരുത്തി. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ആ ഭൂമിയിൽ 2 ഇടങ്ങളിലായി 2 എസ്റ്റേറ്റുകളുടെ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. അതിൻ്റെ പരിശോധനകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനമായുള്ളത് ഈ 2 ഇടങ്ങൾ, ഈ ആവശ്യമായ വീടുകൾ നിർമ്മിക്കാൻ ഈ 2 ഇടങ്ങൾ മതിയാകില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ അതുകൂടെ പരിഹരിക്കാനുള്ള നടപടികളുണ്ടാകും. ആദ്യഘട്ടത്തിൽ പരിഗണന നൽകുന്നത് ദുരന്തത്തിന് ഇരയായവർക്കാണ്. അവർക്ക് പ്രഥമ പരിഗണന നൽകിയാണ് പുനരധിവാസം നടപ്പിലാക്കുക. 2ാം ഘട്ടത്തിലാണ് ഈ അവിടെ നിന്ന് ഒഴിപ്പിച്ച, ദുരന്ത സാധ്യതാ മേഖലയിൽ നിന്നും ഒഴിപ്പിച്ചവരെ പുനരധിവസിപ്പിക്കുക. അവരിപ്പോൾ വാടക വീടുകളിലാണ് കഴിയുന്നത്. അവരെയും 2ാം ഘട്ടത്തിൽ അവരെ ഇതേപോലെ തന്നെ പുനരധിവസിപ്പിക്കും. വളരെ മനോഹരമായ രീതിയിലുള്ള, ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള ഒരു ടൗൺഷിപ്പ്, ഒരു പുനരധിവാസ പദ്ധതിക്കാണ് രൂപം നൽകിയത്. അവിടെ നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ വിദ്യാലയങ്ങളും ആശുപത്രികളും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു ടൗൺഷിപ്പ്, ആ മാതൃകാ ടൗൺഷിപ്പിനകത്ത് ആ ഒരു പദ്ധതി അത് പൂർത്തീകരിക്കുക. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യസമയത്ത് പൂർത്തീകരിക്കുക എന്നതാണ്. എല്ലാവരുടെയും സഹായം ഉറപ്പുവരുത്തിയാകും പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ആ പദ്ധതി നടപ്പാക്കുന്നതിനായി കൽപ്പറ്റ, നെടുമ്പാല ഈ 2 ടൗൺഷിപ്പുകൾ യാഥാർത്ഥ്യമാക്കുന്നതിനായി നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം.